പകൽ സമയത്ത് നല്ല വെയിലാണല്ലോ. എത്ര ശ്രമിച്ചാലും കുറച്ചൊക്കെ വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന സ്കിൻ പ്രോബ്ലമാണ് പിഗ്മെൻറ്റേഷൻ. എന്താണ് ഈ പിഗ്മെൻറ്റേഷൻ? അധികം വെയിൽ കൊള്ളുന്നതിനാൽ കണ്ണിൻ്റെ സൈഡിലും നെറ്റിയുടെ സൈഡിലും ഉണ്ടാകുന്ന കറുത്ത പാടുകളാണ് പിഗ്മെൻറ്റേഷൻ. തുടക്കത്തിൽ ഇത് ചെറിയ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഇത് ഇരുണ്ട നിറമാകും. കൂടാതെ മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാടുകൾ, മുറിവിന് ശേഷം ഉണ്ടാകുന്ന പാടുകൾ, ഇതെല്ലാം പിഗ്മെൻറ്റേഷനാണ്. ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് പിഗ്മെൻറ്റേഷനുള്ള ഒരു കാരണമാണ്. കൂടാതെ ഗർഭകാലത്ത് സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, ജനിതകപരമായ കാരണങ്ങൾ, പൊല്യൂഷൻ, പ്രായം, സ്ട്രെസ്, ഇതെല്ലാം പിഗ്മെൻറ്റേഷനുള്ള കാരണങ്ങളാണ്. ഇതിനു പറ്റിയ ചില പൊടിക്കൈകളാണ് ഇന്നത്തെ ബ്യൂട്ടി പേജിൽ. അതിലൊന്ന് ഫ്ലെക്സ് സീഡിൻ്റെ ജെല്ലാണ്. ഫ്ലെക്സ് സീഡിൽ ഒമേഗ-3 ധാരാളമുണ്ട്. ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. 2 സ്പൂൺ ഫ്ലെക്സ് സീഡ് ഒരു പാത്രത്തിലെടുത്ത് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കുക. കുറുകി ജെൽ രൂപത്തിലാകുമ്പോൾ തണുപ്പിക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് ജെൽ കണ്ടെയ്നറിലാക്കി വയ്ക്കാം. ഇത് ദിവസവും രാത്രി മുഖത്ത് പുരട്ടി 20 മിനിറ്റ് വച്ചതിന് ശേഷം കഴുകിക്കളയാം. ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊന്ന് കറ്റാർ വാഴയും ഇരട്ടി മധുരവും ഉപയോഗിച്ചുള്ള മാസ്കാണ്. ഇത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു. 1 സ്പൂൺ ഇരട്ടി മധുരം, 2 സ്പൂൺ കറ്റാർ വാഴ, 1-2 തുള്ളി വൈറ്റമിൻ ഇ, ഇത് 3 കൂടി ഒരു ബൗളിലെടുത്ത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്യുന്നത് മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഇത് കൂടുതലായും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനാണ് നല്ലത്. അതുപോലെ പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങും നാരങ്ങ നീരും ഉപയോഗിച്ചുള്ള ഒരു പൊടിക്കൈ. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് 2 തുള്ളി നാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടി 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഇതും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഇത് ആഴ്ചയിൽ 2 തവണയിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. കാരണം നാരങ്ങ ആസിഡിക് ആയതിനാൽ അമിതമായ ഉപയോഗം ദോഷം ചെയ്യും. സെൻസിറ്റീവ് സ്കിന്നുകാർ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പെരിഞ്ജീരകമിട്ട് വെള്ളം കുടിക്കുന്നതും, നെല്ലിക്ക ജ്യൂസ്, കരിക്കിൻ ജ്യൂസ്, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് ആ വെള്ളം കുടിക്കുന്നതും ബോഡി ഹീറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ പിഗ്മെൻറ്റേഷനും കുറയും. ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം. ക്യാരറ്റിലും മധുരക്കിഴങ്ങിലും ബീറ്റാ കരോട്ടിനും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒമേഗ-3 അടങ്ങിയ മത്സ്യം കഴിക്കണം. വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും മെലാനിൻ ഉൽപ്പാദനം കുറയ്ക്കും. വെയിലത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ നിർബന്ധമായും ഉപയോഗിക്കണം. SPF 15 ഉള്ള സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കണം. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന പൊടിക്കൈകൾക്കായി ബ്യൂട്ടി പേജിൽ കാത്തിരിക്കുക.